ഇന്ന് ഷമീം ഭായിയുടെയും ആദിയുടെയും കൂടെ നമ്മൾ കാണാൻ പോകുന്നത് ഒരു ജീപ്പാണ്. ബ്രോ ഹായ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ കാണാൻ പോകുന്ന 1995 മോഡൽ CL500DI എന്ന് പറയുന്ന മഹീന്ദ്രയുടെ ജീപ്പ്. ഈ ഒരു വാഹനത്തിൻ്റെ പെയിൻറ് എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ഒരു ബ്ലൂ ഷെയ്ഡാണ്. ഈ വാഹനത്തിന് കുറച്ചൊരു മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ മഡിൻ്റെ ഗാർഡ് മുകളിൽ വരുന്നത് ഒരു കർവ് ഷേപ്പിലാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇത് 1991 മോഡൽ വാഹനങ്ങൾക്ക് വരുന്ന ആ ഒരു മഡിൻ്റെ ഗാർഡാക്കി മാറ്റിയതാണ്. ഈ ഒരു ഡിസൈനിനോട് മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള ടയേഴ്സാണ് വണ്ടിയിൽ വരുന്നത്. ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ MRFൻ്റെ ടയേഴ്സ് നല്ലൊരു പ്രൊഫൈലും നല്ലൊരു പാറ്റേണുമാണ് വരുന്നത്. ഈ ഒരു ടയർ വണ്ടിയെ വളരെയധികം അട്രാക്റ്റീവ് ആക്കുന്നുണ്ട്. പിന്നെ ഈ വണ്ടിയിൽ നോക്കുകയാണെങ്കിൽ ഡോറില്ല, ഒരു എയറിൻ്റെ ഒരു സപ്ലൈ വേണ്ടിയിട്ട് ഇവിടെ ഒന്നുണ്ട്, ഒരു ചെറിയ ഡോറ്. ഇത് ഇവിടെ ഓപ്പൺ ചെയ്യാം, പുറത്തുനിന്ന് ക്ലോസ് ചെയ്യാം. നമുക്ക് ഇത് ഡ്രൈവ് ചെയ്യുന്ന ടൈമിൽ കാലിലേക്ക് നമുക്ക് എയർ സപ്ലൈ ചെയ്യും. ഈ ഒരു ഗ്ലാസിൻ്റെ ഏരിയ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത് മുന്നേ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പായിരുന്നു. ഇപ്പോൾ ഇത് ജസ്റ്റ് ഇവിടെ വെൽഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു ബ്ലാക്ക് കളറിലാണ് ആ ഭാഗം നമ്മൾക്ക് കൊടുത്തിരിക്കുന്നത്. ഒരു സൈഡ് മിറർ കൊടുത്തിട്ടുണ്ട്, ഒരു നോർമൽ ടൈപ്പ് സൈഡ് മിററാണ് വണ്ടിയിൽ വരുന്നത്. ഡ്രൈവർ സീറ്റിന് താഴെയായിട്ട് ഒരു ഫുഡ് സ്റ്റെപ്പ് വരുന്നുണ്ട്, അതിന് മേലെ ഒരു ചെറിയ ഹോളായിട്ട് കൊടുത്തിട്ടുണ്ട്. വാഹനം കഴുകുന്ന ടൈമിലോ ഓഫ് റോഡ് ടൈമിലോ വരുന്ന വെള്ളങ്ങളൊക്കെ പുറത്തു പോകാൻ വേണ്ടിയിട്ടാണ്. അത് നല്ലൊരു പക്ക ഹാർഡ് ബോഡിയാണ് ജീപ്പിനൊക്കെ വരുന്നത്. വണ്ടിയുടെ മേലുള്ള ഹുഡ് ഒരു മാറ്റ് ബ്ലാക്ക് കളറിലുള്ള ഒരു വുഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്കിലെ ടയറിൻ്റെ ഡിസ്കിനും ബ്ലാക്ക് കളർ പെയിൻ്റാണ് കൊടുത്തിരിക്കുന്നത്. ഷോക്ക് അബ്സോർബ് ചെയ്യാൻ ബാക്കിൽ വരുന്നത് ലീഫ് സ്പ്രിംഗ് ആണ്. ഈ കാണുന്നതാണ് വണ്ടിയുടെ ഫ്യൂവലിൻ്റെ ഓപ്പണിങ് വരുന്നത്. ഇതിൽ കീ ഒന്നുമില്ല, ജസ്റ്റ് നമുക്ക് കൈ കൊണ്ട് തിരിച്ചിട്ട് ഓപ്പൺ ചെയ്യാവുന്ന മോഡലാണ് വരുന്നത്. പിന്നെ വണ്ടിയുടെ പുറകുവശത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം ശ്രദ്ധയിൽപ്പെടുന്ന ബ്രേക്ക് ലൈറ്റാണ്. റൗണ്ട് ഷേപ്പിൽ വരുന്ന വളരെ സിമ്പിളും അട്രാക്റ്റീവുമായിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ ബ്രേക്ക് ലൈറ്റ് അസംബ്ലിയാണ്. പുറകിലെ ബമ്പർ നോക്കുകയാണെങ്കിൽ ബോഡിയുടെ അതേ ആ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ബമ്പറാണ് ഇതിന് വരുന്നത്. ഈ ഒരു ഭാഗങ്ങളിൽ ആകെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് പറയാൻ ആ ഒരു ഫുഡ് സ്റ്റെപ്പ് മാത്രമാണുള്ളത്. പിന്നെ മുകളിലെ ടയറും സ്റ്റെപ്പിനി ടയേഴ്സ് ബാക്കിലെ ഡോറിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ജീപ്പുകളുടെ ഭംഗി എന്ന് പറഞ്ഞാൽ ടയർ ഈ ഒരു ഡോറിൽ വരുന്നത് തന്നെയാണ്. ഇതിന് ഈ ഒരു ഉപകാരം മാത്രമല്ല, നമ്മൾ ബാക്കിൽ നിന്നൊരു വണ്ടിയുടെ ഒരു ഇടി വരികയാണെങ്കിൽ ആ ഒരു ആഘാതം നമ്മൾ ഈ ടയറിൻ്റെ ഈ ഭാഗങ്ങളിലായിട്ട് ഒതുങ്ങി കിട്ടും. വണ്ടി റിവേഴ്സ് ചെയ്യുന്ന ടൈമിലാണെങ്കിലും ബാക്കിൽ വണ്ടി വരികയാണെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ കൂടെയാണത്. ലെഫ്റ്റ് സൈഡിൽ ഒരു ഇൻഡിക്കേറ്റർ ബ്രേക്ക് ലൈറ്റ് അസംബ്ലി കൂടെ വരുന്നുണ്ട്. സൈഡിലൊരു വ്യൂ നോക്കുകയാണെങ്കിൽ നല്ലൊരു ലെങ്ത്തുള്ള വണ്ടിയായിട്ട് നമുക്കിത് ഫീൽ ചെയ്യും. ആ വണ്ടിയുടെ ഹുഡും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ നല്ലൊരു ലെങ്ത്തുള്ള പോലെ നമുക്കിത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് വണ്ടിയുടെ മുൻഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ റൗണ്ട് ഹെഡ്ലൈറ്റാണ് ഇതിന് വരുന്നത്. ഇതിന് ഗ്ലാസ് വരുന്നത് ഒരു ഫ്ലാറ്റ് ടൈപ്പ് ഉള്ളത് കൊടുത്തതാണ്. താഴെയായിട്ട് ഒരു ഇൻഡിക്കേറ്റർ കൊടുത്തിരിക്കുന്നു, അതും റൗണ്ട് ടൈപ്പിലാണ്. പഴയ വാഹനങ്ങൾക്ക് വരുന്ന ആ ഒരു മോഡൽ തന്നെയാണ് ഇതിൽ വരുന്നത്. പണ്ടുള്ള വാഹനങ്ങൾക്കുള്ള യെല്ലോ ഒരു ഫോഗ് ലാമ്പ് കൂടെ ഇതിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. മുമ്പിലെ ഹെവി ബമ്പറിൻ്റെ ഉള്ളിലൂടെ നോക്കുകയാണെങ്കിൽ ടയറിൻ്റെ അവിടെയുള്ള അസംബ്ലിയും ടയറിൻ്റെ അവിടേക്ക് പോകുന്ന ബ്രേക്കും കാര്യങ്ങളും എല്ലാം ആയിട്ട് നമുക്ക് കാണാം. വണ്ടിയുടെ എൻജിൻ റൂം ഒന്ന് തുറന്ന് കാണാം. അതിന് നമുക്ക് സഹായത്തിനായിട്ട് നമ്മുടെ ഷമീം ഭായിനെ വിളിക്കാം. നമ്മൾ എൻജിൻ റൂമിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. ഈ വണ്ടിയിൽ വരുന്നത് 2523 cc DI ഡീസൽ എഞ്ചിനാണ്. ഡയറക്റ്റ് ഇഞ്ചക്ഷൻ്റെ എഞ്ചിൻ്റെ ഭാഗങ്ങളിൽ ജെർക്കിങ് കുറച്ച് കൂടുതലാണെങ്കിൽ കൂടെ ഈ DI എഞ്ചിൻ്റെ സൗണ്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. എഞ്ചിൻ്റെ ഭാഗങ്ങളിൽ കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ആ റേഡിയേറ്ററിൻ്റെ ബാക്കിൽ വരുന്ന ഫാനൊന്ന് മാറിയെന്ന് മാത്രം. ബാറ്ററിയും പുതുതായിട്ട് ഇൻസേർട്ട് ചെയ്തതാണ്. ബാക്കി എഞ്ചിനൊക്കെ ആ ഒരു കണ്ടീഷനിൽ തന്നെയാണ് കൊണ്ടു നടക്കുന്നത്. ഏതായാലും നല്ലൊരു ഹൈറ്റിലാണ് ഇതിൻ്റെ എൻജിനൊക്കെ പൊസിഷൻ ചെയ്തിരിക്കുന്നത്. റേഡിയേറ്റർ കുറച്ചൊരു വലിയ ടൈപ്പ് റേഡിയേറ്ററാണ് വണ്ടിക്ക് കമ്പനി നൽകിയിരിക്കുന്നത്.
ഈ ഒരു വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിലാണ് എയർ ഫിൽറ്റർ എല്ലാം വരുന്നത്. അത്യാവശ്യം നല്ലൊരു ഹൈറ്റിലാണ് അത് വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഇൻലെറ്റ് എയർ എടുക്കുന്ന ഭാഗത്താണ് മോഡിഫിക്കേഷൻ ചെയ്തിട്ട് പുറത്തേക്ക് കൊടുക്കാറ്. ഈ ഒരു ലെവലിൽ വെള്ളം നിൽക്കുകയാണെങ്കിൽ പോലും നമുക്ക് വണ്ടി ഓഫ് ആവാതെ റൺ ചെയ്യിക്കാൻ പറ്റും. എൻജിനൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഉൾഭാഗത്തേക്ക് പോവാം. ഇത് ലോക്ക് ചെയ്തതിന് ശേഷം. അപ്പോൾ വണ്ടിയിൽ വരുന്ന ബെഞ്ച് ടൈപ്പ് സീറ്റാണ്, അത് ചേഞ്ച് ചെയ്തിട്ടില്ല, ആ ഒരു തനിമയിൽ തന്നെ. സ്റ്റിയറിംഗ് നോക്കുകയാണെങ്കിൽ വളരെ തിൻ സ്റ്റിയറിംഗ്, കൈകൾക്കുള്ളിൽ ഒതുങ്ങുന്ന ഒരു മോഡല്. ഒരു 2 ബാറിൽ മാത്രമാണ് അത് കണക്റ്റ് ആവുന്നത്. ആ ഒരു ബോഡിയിൽ തന്നെയാണ് വണ്ടിയുടെ മീറ്റർ എല്ലാം കൊടുത്തിരിക്കുന്നത്. വണ്ടിയുടെ സ്റ്റാർട്ടിങ്, മീറ്റർ, കുറച്ച് ലൈറ്റ് ഇൻഡിക്കേഷൻസ് എല്ലാം ആ ഒരു ഇതിൽ തന്നെ, വലിയ ആഡംബരമൊന്നുമില്ലാതെ ജസ്റ്റ് ഒരു ഫ്ലാറ്റ് സർഫസ് കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രാ വെച്ച കുറച്ച് സ്വിച്ചുകളാണ് നമ്മൾ ഈ താഴെ കാണുന്നത്. വൈപ്പറിനും ഫോഗ് ലാമ്പിനും ഒക്കെ വേണ്ടിയിട്ട് വെച്ചതാണെന്ന് മാത്രം. വണ്ടിയുടെ കീ ഇവിടെയാണ് വരുന്നത് സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ട്. അതിന് മുകളിലായിട്ട് സ്റ്റോപ്പർ ലിവർ കൊടുത്തിട്ടുണ്ട്, സെൻട്രലായിട്ട് സ്പീഡോമീറ്റർ, ഒരു സൈഡിൽ ടെമ്പറേച്ചർ ഇൻഡിക്കേഷൻ, ഓയിൽ ഇൻഡിക്കേഷൻ, താഴെയായിട്ട് ഫ്യൂവലിൻ്റെ മീറ്റർ, തൊട്ടടുത്ത് ബാറ്ററിയുടെ ഇൻഡിക്കേഷനും വരുന്നുണ്ട്. ഇതെല്ലാം മീറ്റർ ടൈപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ബോർഡിലായിട്ട് കുറച്ച് ലൈറ്റുകൾ വരുന്നുണ്ട്, നോർമൽ ഇൻഡിക്കേഷൻ ലൈറ്റ്സ് തന്നെയാണത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് ലോക്കോട് കൂടിയിട്ട്. ഒരു ടോട്ടൽ ഒരു സിമ്പിൾ ഡാഷ്ബോർഡ്. ഇതിന് മുകളിലായിട്ട് നമ്മുടെ ഗ്ലാസ്സിന് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലോക്കാണ് ഇത് വരുന്നത്. ഇപ്പോൾ ഇത് മേലെ വെൽഡ് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്കിപ്പോൾ തുറക്കാൻ കഴിയില്ല. പിന്നെ അതിൻ്റെ സൈഡിൽ തന്നെ ഹോൺ വരുന്നുണ്ട്. താഴെ നോക്കുകയാണെങ്കിൽ ഒരു നെയിം പ്ലേറ്റ് കാണാം, മാനുഫാക്ചർഡ് ബൈ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ലിമിറ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട് എൻജിൻ നമ്പറൊക്കെ കൊത്തിയിട്ടുള്ള ഒരു ചെറിയ നെയിം പ്ലേറ്റ്. സ്റ്റിയറിങ് ഒരു നല്ല വട്ടം കൂടിയ സ്റ്റിയറിംഗ് ആണ്. അതിന് സെൻട്രലായിട്ട് മഹീന്ദ്ര എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റിയറിംഗ് നോർമൽ സ്റ്റിയറിംഗ് ആണ് വരുന്നത്, പവർ സ്റ്റിയറിംഗ് ഒന്നുമല്ല, ഒരു പ്ലേ ഉള്ള ടൈപ്പാണ്. നമുക്ക് എത്രത്തോളം പ്ലേ ഉണ്ടെന്ന് ഓടിക്കുന്ന ടൈമിൽ നോക്കാം. ഗിയർ നോക്കുകയാണെങ്കിൽ റിവേഴ്സ് ഫ്രണ്ടിലേക്കാണ് വരുന്നത്, പിന്നെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ടോട്ടൽ 4 ഗിയറാണ് ഇതിനുള്ളത്. ഈ നോബിലുള്ളത് നോക്കണ്ട, ഈ നോബ് പിന്നെ ചേഞ്ച് ആയതാണ്. നമുക്ക് ഇത്ര ഗിയർ ഇതിൽ വരുന്നില്ല. പഴയ ടൈപ്പ് സ്വിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ ബ്രേക്ക്, ക്ലച്ച്, ആക്സിലേറ്റർ, ഇത് മാത്രമാണ് താഴെ വരുന്നത്. വേറെ ഓഫ് റോഡ് ഗിയേഴ്സോ കാര്യങ്ങളൊന്നുമില്ല. ഇത് ബാക്ക് വീൽ ഡ്രൈവ് ആണ് വാഹനം വരുന്നത്. വണ്ടിയുടെ ബാക്ക് ഡോറ് തുറന്നിട്ട് ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ ഫേസ് ടു ഫേസ് ഇരിക്കാവുന്ന സീറ്റുകളാണ് ഇതിൽ വരുന്നത്. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്, വേണമെങ്കിൽ മേലേക്ക് വയ്ക്കാം. നമുക്ക് വണ്ടിയുമായി നിന്ന് പുറത്ത് പോവാം. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര കൈവിടാത്തൊരു വാഹനമാണ് ജീപ്പ് എന്ന് പറയുന്നത്. അത് ഏതൊരു റോഡിലും നമുക്ക് എങ്ങനെയും ഉപയോഗിക്കാൻ പറ്റുന്നൊരു വാഹനം. 3 ഗിയറുള്ളൊരു വാഹനം ആയതുകൊണ്ട് തന്നെ മൈലേജ് കമ്പാരിറ്റീവ്ലി ലോ ആണ് ഇതിന്. ഒരു 14-15 ഒക്കെയാണ് മൈലേജ് വരുന്നത്. കുറച്ച് ദൂരം വണ്ടിയിൽ യാത്ര ചെയ്തപ്പോൾ വണ്ടി ഇങ്ങനെ ഓടിക്കഴിഞ്ഞിട്ട് കൈ ധരിക്കുന്നുണ്ട്. ഞാനിതാ വണ്ടി ഒരു റൗണ്ട് എടുക്കാൻ പോവാണ്. വണ്ടി നമ്മൾ ന്യൂട്രലിലിട്ടു. ഇനി സ്റ്റാർട്ട് ചെയ്യാം.
DIയുടെ ആ പവർ സ്റ്റാർട്ടിങ് നമുക്ക് കാണാറുണ്ട്. നമ്മളിപ്പോൾ ഓടിക്കുന്ന വാഹനത്തിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ പ്ലേ കുറച്ച് വെച്ചതാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റെബിലിറ്റി സ്ട്രൈറ്റ് റോഡിലൊക്കെ ഓടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു 3 ഗിയറുകൾ മാത്രമാണ് ഇതിന് വരുന്നത്. 3 ഗിയർ കഴിഞ്ഞാൽ ഒരു ഗിയറും കൂടെ ഉണ്ടോ നമ്മളിങ്ങനെ നോക്കും. പക്ഷേ ആ എൻജിനുമായിട്ടുള്ള ഒരു പിടുത്തം നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഡ്രൈവിൽ ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് റിവേഴ്സ് ഗിയറിലേക്ക് ഒന്ന് നോക്കാം. റിവേഴ്സ് നേരെ മുന്നിലേക്ക്, സാധാരണ വണ്ടികൾ ഫസ്റ്റ് വരുന്ന ആ ഒരു ഭാഗത്തേക്ക് ഇട്ടിട്ട് വണ്ടി ബാക്കിലേക്ക് എടുക്കാം. ചെറിയ റോഡാണ്, പിന്നെ ഒരു വളവുണ്ട്. അല്ലാതെ ഞാൻ ബ്ലോക്ക് ആക്കിയതൊന്നുമല്ല കേട്ടോ. നമുക്ക് അങ്ങോട്ട് തിരിച്ചു പോവാണ്. ബ്രേക്ക് നല്ല പെർഫെക്റ്റ് ബ്രേക്കാണ്. ചവിട്ടിയെടുത്ത് തന്നെ വണ്ടി കിട്ടുന്നുണ്ട്. ഇതിൻ്റെ 4 വീലിലും ഡ്രം ബ്രേക്കാണ് വരുന്നത്. ഫ്രണ്ടിൽ വീതി കൂടിയ ഡ്രമ്മാണ്, 2 സിലിണ്ടറോട് കൂടിയ ഒരു ഡ്രം ബ്രേക്കാണ് ഫ്രണ്ടിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വേറൊരു വണ്ടിയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ബൈ.